എന്താണ് അത്ഭുതമെന്ന് പറയുന്നത്? ഇതാ ഡിക്ഷണറി പറയുന്നതാണ്, ദൈവം തൻ്റെ ജനത്തിന് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യം ചെയ്യുന്നതിനെ അത്ഭുതമെന്ന് പറയുന്നു. ഒന്നുകൂടെ പറയാം, ദൈവം തൻ്റെ ജനത്തിന് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യം ചെയ്യുന്നതിന് അത്ഭുതം എന്ന് പറയുന്നു. ഈ വർഷം നിങ്ങൾക്ക് തികച്ചും വിഭിന്നമായ, സാധാരണമല്ലാത്ത, അസാധാരണമായ, അപൂർവമായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ ഇടയായി തീരട്ടെ. നമുക്ക് ചിന്തിക്കാം. ദൈവം ചിലർക്ക് മറ്റാർക്കും ചെയ്തിട്ടില്ലാത്ത അസാധാരണമായ, അപൂർവമായ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് വേദപുസ്തകം നോക്കാം. 1 രാജാക്കന്മാർ. വേദപുസ്തകം കയ്യിലുണ്ടോ? ഉണ്ടായിരിക്കണം. നോട്ട്ബുക്ക് കയ്യിലുണ്ടോ? ഉണ്ടായിരിക്കണം. എഴുതിയെടുക്കാൻ നോട്ട്ബുക്കും പേനായും ഉണ്ടായിരിക്കണം. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 1 മുതൽ 7 വരെ. എന്നാൽ ഗിലെയാദിലെ തിഷ്ബയിൽ നിന്നുള്ള തിഷ്ബ്യനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. അവൻ ചെന്ന് യോർദാന് കിഴക്കുള്ള കരീത്ത് തോട്ടിനരികെ പാർത്തു. കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. തോട്ടിൽ നിന്ന് അവൻ കുടിക്കും. എന്നാൽ ദേശത്ത് മഴ പെയ്യാകിയാൽ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ തോട് വറ്റിപ്പോയി. നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവം ആഹാബിനെ കണ്ടു, ഇസ്രായേല്യരെയും കണ്ടു, ഇസ്രായേലിയുടെ രാജാവിനെയും കണ്ടു. പക്ഷേ 16-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. ആഹാബ് രാജാവായപ്പോൾ തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. 31-ാമത്തെ വാക്യം, അന്യജാതിക്കാരിയായ യഹോവയ്ക്ക് വിരോധമായി അന്യാരാധനയ്ക്ക് സഹായിക്കുന്ന, പണം കൊടുക്കുന്ന, ചെലവിന് കൊടുക്കുന്ന, ശമ്പളം കൊടുക്കുന്ന ഇസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയും. ഇവിടെ നിർത്തിയിട്ട് മുന്നോട്ട് പോകാം. സ്വർഗസ്ഥനായ ദൈവം ആഹാബിൻ്റെ മുമ്പിൽ നിന്ന് സുവിശേഷം പറയുവാൻ ഏലിയാവിനെ അയച്ചു. അവന് വേണമെങ്കിൽ ഇനി മഴ പെയ്യത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അവനെ തിരിച്ചു വിളിക്കായിരുന്നു. പ്രവാചക ഇവിടെ വന്നാട്ടെ, എന്താ കാര്യം, എന്ത് ചെയ്താൽ മഴ പെയ്യും ചോദിക്കേണ്ടതായിരുന്നു. നീ പറയുന്നത് കേട്ടാട്ടെ. ദൈവത്തിൻ്റെ സന്ദേശം നിങ്ങളുടെ വീട്ടിൽ വരും. ഏതെങ്കിലും ഒരു ഉപദേശി കയറി വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകം വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസിക വരും. അത് ദൈവത്തിൻ്റെ സന്ദേശമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തള്ളിക്കളയരുത്. ആഹാബ് തള്ളിക്കളഞ്ഞു അല്ലേ? 17-ാം അധ്യായത്തിൻ്റെ മുമ്പാണ് ഇത് കാണുന്നത്. ദൈവത്തിൻ്റെ സന്ദേശം അവന് കിട്ടിയിട്ടും അവൻ ദൈവത്തിൻ്റെ ഉപദേശം സ്വീകരിച്ചില്ല. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു, ഏറ്റവും മോശമായിട്ടുള്ളത് ചെയ്തു. അവൻ്റെ പിതാക്കന്മാർ ചെയ്തതിനേക്കാൾ കൂടുതൽ ചെയ്തു. വേറൊന്ന്, അന്യജാതിക്കാരിയായ വേറൊരു സ്ത്രീയെ പോയിട്ട്, ആര്? ബിംബാരാധ്യായി. എൻ്റെ ഉപദേശം കേട്ടാട്ടെ. ഹിന്ദുക്കളെ വിവാഹം കഴിക്കട്ടെ, മുസ്ലിങ്ങളെ വിവാഹം കഴിക്കട്ടെ. പക്ഷേ നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യയായ നിങ്ങളുടെ വിശ്വാസമുള്ള ഒരു പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കണം. ഞാൻ വളരെ സ്പഷ്ടമായിട്ട് പറയുന്ന കാര്യമാണ്. മർത്തോമാക്കാരെ വിവാഹം കഴിക്കട്ടെ, യാക്കോബക്കാരെ വിവാഹം കഴിക്കണം. യാക്കോബക്കാരും മർത്തോമാക്കാരും കൂടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വഴക്കുണ്ടാകും. ഒരാൾ നന്മറിഞ്ഞ് പറയുമെന്ന് പറയും, മറ്റേ ആൾ പറയാതെ പറയണ്ടെന്ന് പറയും. ഒരാൾ കുരിശ് വരയ്ക്കും, വേറൊരാൾ പറയും വേണ്ടാന്ന് പറയും. ബ്രദറുകാരനും ബന്ധുക്കോസുകാരനും കാര്യം കൂടെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അന്യഭാഷ പറഞ്ഞു കഴിയും. എനിക്കറിയാവുന്ന ഒരാൾ അന്യഭാഷ പറഞ്ഞ ഭാര്യയെ ചേരിപ്പൂരി, ടോപ്പ് ലെവലിലുള്ള ഒരാളാണ്, ടോപ്പ് ലെവലിലുള്ള പേര് ഞാൻ പറയത്തില്ല, ചേരിപ്പൂരി അടിച്ചു. ഇത് പിശാചാണെന്നും പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് എന്ത് പറയുന്നു? ഞാൻ എൻ്റെ ഉപദേശം പറയല്ല, ഞാൻ വിശ്വസിക്കുന്ന വേദപുസ്തക സത്യം പറയുകയാണ്. നിങ്ങൾ മർത്തോമക്കാരാണെങ്കിൽ മർത്തോമക്കാരി വിവാഹം കഴിക്കണം, യാക്കോബക്കാരി ആണെങ്കിൽ യാക്കോബക്കാരി വിവാഹം കഴിക്കണം. നിങ്ങൾ പെന്തിക്കോസുകാരാണെങ്കിൽ പെന്തിക്കോസുകാരെ മാത്രം വിവാഹം കഴിക്കണം. അയാൾ അബദ്ധം കാണിച്ചു. അന്യജാതിക്കാരിയായ ബിംബാരിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അവരെ പരിഗ്രഹിക്കുകയും ബാലിനെ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്തു. ഇതാണ് തരാറ്. പലരും എൻ്റെയൊക്കെ പറയും, എൻ്റെ പപ്പ ഒരിക്കലും എൻ്റെയൊക്കെ പറഞ്ഞതാണ്, അതിനെ സാരമില്ല, നമ്മുടെ പെണ്ണില്ല, അവനെ കൂടി കൊണ്ടുവരും. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, വേദപുസ്തകത്തിനകത്ത് ഞാൻ കാണുന്നത് നമ്മുടെ പെണ്ണിനെ കൂടെ അവനങ്ങോട്ട് കൊണ്ടുപോകത്തേ ഉള്ളൂ. അതുകൊണ്ട് സ്വന്തം വിശ്വാസത്തിലുള്ളവർ തമ്മിൽ വിവാഹം കഴിക്കട്ടെ. 32-ാമത്തെ വാക്യം, സ്വന്തം രാജ്യത്ത് ബാലിന് ക്ഷേത്രം പണിതു, ഒരു ബലിപീഠം ഉണ്ടാക്കി, ഗവൺമെൻറ് ചെലവിൽ, രാജാവിൻ്റെ ചെലവിൽ പണിത് കൊടുക്കുകയാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരിക്കലും അന്യാരാധനയ്ക്ക് കൂട്ടുനിൽക്കരുത്, അതിന് സഹായിക്കരുത്. ചെയ്യുന്നവർ ചെയ്തോട്ടെ, ഞാൻ അതിനെതിരല്ല, ഞാൻ അവരിക്കലും പറയുന്നത് അങ്ങനെയാണ്, നിങ്ങൾ ചെയ്താട്ടെ. പക്ഷെ നാം അത് ചെയ്യാൻ പാടില്ല.
ആഹാബ് ഒരു അശോര പ്രതിഷ്ഠയുണ്ടാക്കി. അങ്ങനെ ആഹാബ് ഇസ്രായേലിൻ്റെ ദൈവമായി യഹോവയെ കോപിപ്പിക്കത്തക്കവണ്ണം, ഇത് സഭക്കാരെയല്ല കോപിപ്പിക്കുന്നത്, ദൈവത്തെയാണ് കോപിപ്പിക്കുന്നത്. മറക്കരുത്. നിങ്ങൾ മന്ത്രവാദിയിലേക്ക് പോകുമ്പോൾ, കൈ കാണിക്കാൻ പോകുന്ന സമയത്ത്, ഏതെങ്കിലുമൊക്കെ ബിംബങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്ന സമയത്ത്, നിങ്ങളുടെ മുറ്റത്ത് കൊണ്ടുവയ്ക്കുന്ന സമയത്ത്, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നിന്ന് തൊഴുന്ന സമയത്ത് ദൈവത്തെയാണ് കോപിപ്പിക്കുന്നത്. തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം ചെയ്തു. ദൈവം മൗനമായിരുന്നു. 16-ാം അധ്യായത്തിനകത്ത് മുതൽ 17 അവസാനം വരെ ദൈവം മൗനമായിരുന്നു. പക്ഷെ എന്നും അത് മൗനമായിരിക്കത്തില്ല. ദൈവം കാണുന്നുണ്ട്, ദൈവം കുറിച്ചു വയ്ക്കുന്നുണ്ട്. ഓർത്തുകൊള്ളുക, അവൻ്റെ പാപത്തിൻ്റെ പാനപാത്രം നിറഞ്ഞപ്പോൾ ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഏലിയാവിനോട് ദൈവം പറഞ്ഞു, 17-ാം അധ്യായത്തിനകത്ത് നീ പോയി സംസാരിക്കുക. ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജാവ് പറഞ്ഞില്ലേ, എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിപ്പോയത്, എന്തുകൊണ്ടാണ് ദൈവം എന്നോട് കോപിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ ദേശത്ത്? അവൻ ചോദിച്ചില്ല. നിങ്ങൾ ചോദിക്കണം. എന്തെങ്കിലും അപകടമൊക്കെ പറ്റി എല്ലാം നശിച്ചു കഴിയുമ്പോഴല്ല ദൈവത്തെ അന്വേഷിക്കേണ്ടത്. ദൈവത്തിൻ്റെ ആലോചന, ഈ ടെലിവിഷനകത്ത് ദൈവത്തിൻ്റെ ആലോചന നിങ്ങൾക്ക് വരികയാണ്. എൻ്റെ പുസ്തകങ്ങൾ വരുമ്പോൾ, വേറൊരു ദൈവദാസൻ പ്രസംഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലോചന നിങ്ങൾക്ക് വരികയാണ്. ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കണം, ആഹാബ് അനങ്ങിയില്ല. ആഹാബിൻ്റെ ദൈവം അവസരം കൊടുത്തു അനുദപിക്കാൻ, അവനത് ചെയ്തില്ല. മടങ്ങി വരാൻ അവസരം കൊടുത്തു, ചെയ്തില്ല. അവൻ ദൈവശിക്ഷയെ ഭയന്നില്ല. ദൈവത്തിന് ശിക്ഷ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഭയന്നില്ല. ദൈവം ആ ഏലിയാവിൻ്റെ ഒക്കെ പറഞ്ഞു, ഇതാ വരൾച്ച വരാൻ പോകുന്നു, ഏകദേശം 3.5 വർഷം. നീ അതുകൊണ്ട് കെരീത് തോട്ടിൻ്റെ ഇടയ്ക്കിലേക്ക് പോവുക. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിച്ചവനെ എൻ്റെ ദൈവം രക്ഷിക്കുന്നു. വരൾച്ചയുടെ മധ്യത്തിലും അവൻ രക്ഷിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പറയാണ്, നിങ്ങൾ ദൈവത്തെ അനുസരിച്ച് നടന്നാൽ, ദൈവത്തെ ആരാധിച്ച് നടന്നാൽ, എൻ്റെ ദൈവം ബാക്കിയുള്ളവർക്കൊക്കെ കഷ്ടം വരുന്ന സമയത്തും അതിനകത്തും ദൈവം നിനക്കൊരു വിടുതൽ തരും. ഹല്ലേലൂയ. നിൻ്റെ സമാധാനത്തിൽ, നിൻ്റെ ആരോഗ്യത്തിൽ, നിൻ്റെ സാമ്പത്തികമായിട്ട് എവിടെയെങ്കിലും വരൾച്ച ഉണ്ടാകുന്ന സമയത്ത് ദൈവത്തോട് ചോദിക്കണം, കർത്താവേ ഇത് എന്തുകൊണ്ട് വന്നു? സഭ ചോദിക്കണം, എന്തുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഴയായി പോകുന്നു? എന്തുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങൾ തകരാറുന്നു? എന്തുകൊണ്ട് നിങ്ങൾക്കറിയാമോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കേസ് നമ്മുടെ ക്രിസ്ത്യൻ പെർസെൻറ്റേജ് 20% തികച്ചില്ല. പക്ഷേ നിങ്ങൾ കുടുംബ കോടതികളിൽ പോയി ചോദിച്ചാട്ട് അവിടെ നടക്കുന്ന കേസുകൾ അധികവും ആരുടേതാണ്? 20% മാത്രമുള്ള ക്രിസ്ത്യാനികളുടേതാണ്. നിങ്ങൾ ജയിലിൽ പോയി ചോദിച്ചാട്ടെ, ജയിലിൽ സുവിശേഷം വില ചെയ്യുന്ന ആരോടും ചോദിച്ചാട്ടെ, അവിടെ കിടക്കുന്ന ജയിൽ പുള്ളികളിൽ അധികം പേരും ആരാണ്? 20% മാത്രമുള്ള ക്രിസ്തീയരാണ്. 53%. സഭ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നു. ഹല്ലേലൂയ. അനുസരിച്ചവനെ ദൈവം സഹായിക്കുന്നു. പറഞ്ഞു, നീ പോക. എങ്ങോട്ട് പോകണം? കിഴക്കോട്ട്, യോർദാനായി അരികെയുള്ള കെരീത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. ദൈവം സംസാരിച്ചപ്പോൾ വ്യക്തമായിട്ട് സംസാരിച്ചു. വ്യക്തമല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒക്കെ ചോദിക്കണം, കർത്താവ് എനിക്ക് മനസ്സിലാകുന്ന ഒരു കല്യാണവനെ അവിടുന്ന് വന്നിരിക്കുന്നു, ഇവിടുന്ന് വന്നിരിക്കുന്നു, ഞാൻ ഏത് കല്യാണം കഴിക്കണം? ചിലർ എന്നെ വിളിച്ചു ചോദിക്കും. ഒന്ന് പറയും, എന്നോടല്ല സംസാരിക്കേണ്ടത്. നിങ്ങളെ പ്രവാചകന്മാർ കൺട്രോൾ ചെയ്യാൻ പാടില്ല. പ്രവാചകന്മാരുടെ അഭിപ്രായം നിങ്ങൾ തള്ളിക്കളയണമെന്നില്ല. അത് 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 പെട്ടിക്കകത്ത് വെച്ച് പൂട്ടിയിട്ട് ദൈവത്തോട് ചോദിച്ചാട്ടെ. 2-3 സാക്ഷികളാൽ സകലതും ഉറപ്പുവരുന്ന, അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് എന്ത് പറയുന്നു എന്ന് കേൾക്കുക. ദൈവം വ്യക്തമായിട്ട് സംസാരിച്ചു. എലയ്യ ചോദ്യം ഒന്നും ചോദിക്കാതെ അനുസരിക്കാനായിട്ട് പോയി. ചോദ്യം അവൻ്റെ മനസ്സിലുണ്ടായി കാണും. എനിക്കും നിനക്കും പലതും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന സമയത്ത് നമുക്ക് ചോദ്യം ഉണ്ടാകും. സുവിശേഷ വിലയ്ക്ക് പോകണമെന്ന് ദൈവം എൻ്റെ ഒക്കെ പറഞ്ഞു, എനിക്ക് ചോദ്യം ഉണ്ടായി, ആരെൻ്റെ ചെലവിന് തരും? അതുകൊണ്ട് ചോദിക്കൊണ്ട് കുഴപ്പമില്ല. ഹല്ലേലൂയ. പക്ഷേ ഇത് കേട്ടാട്ടെ, ഇയ്യോബ് പറയുന്നുണ്ട്, 2 പ്രാവശ്യം പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിലും 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട്, ഇയ്യോബ് അധരം കൊണ്ട് പാപം ചെയ്തില്ല. ചോദ്യം ഹൃദയത്തിനകത്ത് ഉണ്ടായി കാണും, തലച്ചോറിനകത്ത് ഉണ്ടായി കാണും. പക്ഷെ അധരം കൊണ്ട് ദൈവത്തെ ചോദ്യം ചെയ്യരുത്. രാജാവിൻ്റെ മുൻപിൽ നിന്നവനെ, രാജകൊട്ടാരത്തിൽ നിന്നവനെ ദൈവം പറയുകയാണ്, നീ കെരീത്തോട്ടിൻ്റെ ഇടയ്ക്കിലേക്ക് നടക്കുക. നടക്കണം. ഒരു സൈക്കിൾ പോലും കൊടുത്തില്ല, ഒരു കഴുതെ പോലും കൊടുത്തില്ല, ഒരു ഒട്ടകത്തെ പോലും കൊടുത്തില്ല, ഒരു വാഹനത്തെ കൊടുത്തില്ല. ദൈവം പറഞ്ഞ് നടക്കണം. ഞാൻ കട്ടറായിലായിരിക്കുന്ന സമയത്ത് പല പ്രാവശ്യം നടന്നുണ്ടാവും. ഒരിക്കൽ 30 കിലോമീറ്റർ നടന്നു. ഒരിക്കൽ ജമ്മു പോയിട്ട് തിരിച്ചു വരാൻ നേരം ആരാധനയ്ക്ക് പോയതാണ്. ഞാൻ വിചാരിച്ചു അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടാതിരിക്കത്തില്ല, മിലിറ്ററിക്കാരുടെ ഹെല്ലിയോ ഒന്നും കിട്ടിയില്ല. ഞാൻ തിരിച്ചു നടന്നുപോയി. അതെല്ലാം എൻ്റെ ദൈവം കണ്ടു കേട്ടോ. ദൈവം കണ്ടു. ഞാൻ ഇന്ന് കാറിനകത്ത് യാത്ര ചെയ്യുമ്പോൾ വിചാരിക്കും, അന്ന് ഞാൻ നടന്നതിൻ്റെ പ്രതിഫലമാണിത്. ഹല്ലേലൂയ. അവനൊക്കെ പറഞ്ഞ് നടന്നാട്ടെ. എന്നിട്ട് മാത്രമല്ല, നീ യോർദാൻ്റെ അടുക്കലും, യോർദാനിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്, അതിനപ്പുറത്തൊരു കൊച്ചു തോടുണ്ട്, കൈത്തോടെന്നാണ്, ബ്രൂക്ക്, കൈത്തോട്, ഒരു കൊച്ചു തോട്. അവിടെ ചെന്നിരിക്കണം. അവൻ ദൈവത്തിനൊക്കെ ചോദ്യം ചോദിച്ചില്ല, കർത്താവെ യോർദാൻ്റെ അടുക്ക് ഇരുന്നാൽ പോരായോ? എനിക്കൊരു ചെറുപ്പക്കാരനെ ഓർമ്മ വരുന്നു. അദ്ദേഹം എൻ്റെ ഈ പ്രോഗ്രാം കാണാൻ സാധ്യതയില്ല.
ഞാൻ പഞ്ചാബിലായിരിക്കുന്ന സമയത്ത് അവിടുന്ന് എനിക്ക് എഴുത്തെഴുതി, വർഗീസ് ഫാദറിനോട് ഞാൻ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നാട്ടെ. അദ്ദേഹം അവിടുന്ന് വന്ന് ഡൽഹി വന്ന് കഴിഞ്ഞപ്പോഴേ ഡൽഹി നോക്കിയപ്പോൾ ഡൽഹി നല്ല പട്ടണം, അദ്ദേഹം ഇവിടെ താമസിച്ചു. ഞാൻ 1986 ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ വന്നിട്ട് സാക്ഷ്യം പറഞ്ഞു, ഇതാ സ്വർഗസ്ഥനായ ദൈവം എനിക്കൊരു സ്കൂട്ടർ തന്നു. അന്ന് ഇവിടെ സ്കൂട്ടറുള്ള ഒരാളുമില്ല. 1986 അന്ന് സ്കൂട്ടറുള്ളവരാരുമില്ല. കാറുള്ള 3 ദൈവദാസന്മാരുണ്ട്, വലിയ ടോപ്പ് ലെവൽ. വേറെ ആർക്കും സ്കൂട്ടറില്ല. ബാക്കി എല്ലാവരും സൈക്കിൾ നടക്കുന്ന കാലത്ത് സ്വർഗസ്ഥനായ ദൈവം വെറുതെ ഒരു ബജാജ് ചേതക്, അന്നത്തെ ഏറ്റവും വില കൂടിയ കാറ്, മോട്ടോർ സൈക്കിൾ, സ്കൂട്ടറാണ്. അത് കിട്ടണമെങ്കിൽ 1 വർഷം 6 മാസം 2 വർഷമൊക്കെ കാത്തിരുന്നെങ്കിലേ കിട്ടത്തുള്ളൂ. ഫോറും പണം കൊടുത്തെങ്കിലേ കിട്ടത്തുള്ളൂ. ആ ചെറുപ്പക്കാരൻ്റെ കൈ കൊണ്ടുവന്നൊരു പുതിയ വണ്ടി ഒരാളുകൊണ്ട് കൊടുത്തു. മാത്രമല്ല ഡൽഹിയിൽ അദ്ദേഹത്തിന് 1/2 ഏക്കർ ഭൂമി ഫ്രീ ആയിട്ട് കൊടുത്തു. 1/2 ഏക്കർ ഭൂമി ഫ്രീ ആയിട്ട് കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേ അദ്ദേഹത്തിന് അമേരിക്കയിൽ പോകാൻ ഒരു അവസരം കിട്ടി. അമേരിക്ക പോയി. നിനക്ക് അബദ്ധം പറ്റരുത്. യോർദാൻ്റെ അടുക്കലല്ല, യോർദാൻ അപ്പുറത്തുള്ള കെരീത് തോട്ടിനടുക്കൽ എന്ന് പറഞ്ഞാൽ കെരീത് തോട്ടിനവിടെ പോകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ പോയി ഒളിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ ഉപവാസം. വേറെ ആരോടും സുവിശേഷം പറയാൻ പോണ്ട. വഴിയെ കൂടെ ആരെങ്കിലും പോയാലും വിളിച്ചിരിക്കും സുവിശേഷം പറയാൻ പറഞ്ഞാൽ നീ അവിടെ ഒളിച്ചിരിക്കണം. ഹല്ലേലൂയ. ഒളിച്ചിരിക്കുമ്പോൾ അവൻ എന്തായിരിക്കും ചെയ്തത്? ഇനി പറയുന്നത് കേട്ടാട്ടെ. അവൻ പ്രാർത്ഥിച്ചു കാണും. എൻ്റെ ബലമായ വിശ്വാസം അവൻ്റെ ഈ തോറ കാണും. എന്താണ് തോറ എന്ന് പറയുന്നത്? മോശയുടെ പുസ്തകം. അവൻ്റെ ഏകാന്തത അവനൊരു ലൈബ്രറിയാക്കി മാറ്റി. കേട്ടാട്ടെ, നിങ്ങളുടെ ജീവിതം ഒരു ലൈബ്രറിയാക്കി മാറ്റണം. കുറേ പുസ്തകങ്ങൾ വാങ്ങിക്കണം, വായിക്കണം. ഹല്ലേലൂയ. നല്ല പുസ്തകങ്ങൾ വായിക്കണം, വേദപുസ്തകം വായിക്കണം, പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നല്ല പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ഇതാ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു പുസ്തകം ടെയിൽ ഓഫ് 3 കിങ്സ്. മലയാളത്തിൽ ഞങ്ങളത് പബ്ലിഷ് ചെയ്തു. 3 രാജാക്കന്മാരുടെ കഥ. അത് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ആരുടെയെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിച്ച് വായിച്ചാട്ടെ. നിങ്ങൾ എൻ്റെ ഗുരുപാദങ്ങൾ എന്നുള്ള പുസ്തകം വായിച്ചാട്ടെ, ഏലിയാവ് എന്നുള്ള പുസ്തകം വായിച്ചാട്ടെ, രൂത്ത് എന്നുള്ള പുസ്തകം വായിച്ചാട്ടെ. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ. അയ്യോ, എൻ്റെ പബ്ലിഷ് ചെയ്യല്ല, ബാക്കിയുള്ളവരുടെ അവർ പറയട്ടെ. എന്നെ വളരെ സ്വാധീനിച്ച പാസ്റ്റർ പി ഡി ജോൺസന്റെ തിരുവനന്തപുരത്തെ പുസ്തകങ്ങൾ എവിടെയെങ്കിലും കിടന്നെങ്കിൽ വാങ്ങിച്ച് വായിച്ചാട്ടെ. YSK എന്ന് പറയുന്നത് ദേവദാസൻ്റെ 2ാമത്തെ വരവിനെ പറ്റിയുള്ള പുസ്തകം, രക്ഷയുടെ ഭദ്രതയെപ്പറ്റി പറയുന്ന പുസ്തകങ്ങൾ. ഞാൻ അദ്ദേഹമായിട്ട് ചില കാര്യത്തിനകത്ത് ചേരുന്നില്ല, പക്ഷേ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ നല്ലതല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നെ വേദപുസ്തകം പഠിപ്പിച്ച അതാണ്. എൻ്റെ ആദ്യകാലത്ത് എൻ്റെ അടുക്കൽ ഞാൻ താമസിക്കുന്ന കട്രായുടെ അപ്പുറത്തുള്ള, ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തുള്ള പോലീസ് IG പേരത്തോട്ടത്തിൽ പോയിരുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഞാനുമായിട്ട് വായിച്ചു. നിങ്ങൾ വായിക്കണം. ഹല്ലേലൂയ. കരീത്തിൻ്റെ അവിടെ, കരീത്ത് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം മുറിച്ചു മാറ്റുന്ന എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു വേർപാടുണ്ടായിരിക്കണം. നമുക്കൊരു വേർപാട്, ഒറ്റയ്ക്ക് മാറിയിരുന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ അതാണ് എപ്പോഴും പറയുന്നത്. കുറച്ച് ഉപവാസത്തോടെ പ്രാർത്ഥന എടുക്കണം, വർഷത്തിൽ 3 ദിവസം എടുക്കണം. ദൈവത്തിനൊക്കെ ചോദിക്കണം, കർത്താവേ എന്നോട് സംസാരിക്കണമേ. ഒരു വേർപാടുണ്ടായിരിക്കണം. ഹല്ലേലൂയ. മിക്കവാറും എല്ലാ ദൈവദാസന്മാർക്കും വേദപുസ്തകത്തിനകത്ത് ഇതുപോലെ ഒരു വേർപാടുണ്ടായിട്ടുണ്ട്. ഇതുപോലെ ഒരു ഒറ്റയ്ക്കായിരിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ഒരു കരീതിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. മോശയ്ക്ക് മരുഭൂമിയിൽ 40 വർഷം ആട്ടിടയനായിട്ട്, യോസഫിനെ ജയിലിൽ ഏറെ നാളുകൾ, ദാവീദ് കുറ്റിക്കാടുകളിൽ ഗുഹകളിൽ ഓടി നടക്കുന്നു, രൂത്ത് മരുഭൂമിയുടെ യാത്രയിലുണ്ട്, എസ്തറിന് രാജാവിൻ്റെ മുൻപിൽ നിൽക്കുന്നതിന് മുമ്പ്, രാജാവിൻ്റെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ് 6 മാസം മോര് കഴിക്കണം. മോരെന്ന് പറയുന്നത് ചെന്നിനായം പോലെ കഴിക്കുന്നതാണ്. അവൾക്കൊരു വേർപാടുണ്ടായിരുന്നു. 6 മാസം. യേശുക്രിസ്തുവിന് 40 ദിവസവും 40 രാത്രിയും, പൗലോസിന് ഏകദേശം 7, 10, 11 വർഷം, എനിക്ക് ശരിയായിട്ട് അറിഞ്ഞുകൂടാ, ഒറ്റയ്ക്ക് മരുഭൂമിയിൽ പാർക്കേണ്ടി വന്നു. ഇവിടെ ഏലിയാവ് യാതൊരു ചോദ്യവും ചോദിച്ചില്ല. ഹല്ലേലൂയ. അവൻ വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു, കരീത് പറ്റിപ്പോയാലോ, കൊച്ചു കൈത്തോട് പറ്റിപ്പോയി, ഞാൻ യോർദാനിൽ ഇരുന്നാൽ പോരായോ, തന്നെ അല്ല കാക്ക ആഹാരം തരുമോ, കാക്ക ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അവൻ ചോദ്യം ചോദിച്ചില്ല. വേദപുസ്തകം പറയുന്നു 5ാമത്തെ വാക്യം, അങ്ങനെ അവൻ പോയി. 3 വാക്കുകൾ അടിപറയണം, 3 വാക്കുകൾ. അങ്ങനെ അവൻ പോയി. അസാധാരണമായിട്ടുള്ള അനുസരണത്തിൻ്റെ അങ്ങനെ ചോദ്യങ്ങൾ മനസ്സിനകത്ത് കുഴിച്ചിട്ടിട്ട്, he buried the questions in his heart and he went forward obeying God. Hallelujah. അനുഗ്രഹം പിടിച്ചു വാങ്ങിയ 3 വാക്കുകൾ. ദൈവദൂതന്മാർ അന്ന് പുഞ്ചിരിച്ചു കാണും. യോഹന്നാൻ 15:14 യേശുക്രിസ്തു പറയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. കേട്ടോ, ശബ്ദം കേട്ടോ? ഞാൻ പറയുന്നതല്ല കേൾക്കേണ്ടത്, നിങ്ങളുടെ സഭ പറയുന്നതല്ല കേൾക്കേണ്ടത്. ഹല്ലേലൂയ. ദൈവം പറയുന്നത്, ഇതേ യേശു പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന, അവൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് ചെയ്താൽ നിങ്ങൾ യേശുവിൻ്റെ സ്നേഹിതന്മാർ തന്നെ. ഏലിയാവ് കരീത്ത് തോട്ടിനരികിൽ
മരത്തണലിൽ കുറ്റിക്കാട്ടിൽ ഒറ്റയ്ക്ക് അവിടെ കിടക്കുകയൊന്നുമില്ല. നിങ്ങൾ ആരാണ്? ചിലപ്പോൾ നിങ്ങൾക്ക് ഈ അനുഭവം ആയിരിക്കാം. ബോംബെയിൽ, ഗൾഫിൽ, എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു വീടോ ജീവിത സൗകര്യങ്ങളോ ഒന്നുമില്ലാതെ നിങ്ങൾ ഏകാന്തനായിട്ട് നിരാശനായിട്ട് ഇരിക്കുകയായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഭാര്യയെ നിങ്ങളെ ഉപേക്ഷിച്ചതായിരിക്കാം. നിങ്ങളുടെ കയ്യിൽ രൂപ ഇല്ലായിരിക്കാം. സാരമില്ല, ദൈവം നിങ്ങളോട് കൂടെയുണ്ടെങ്കിൽ ഒരു ദിവസം കാര്യങ്ങളൊക്കെ തിരിഞ്ഞു നിങ്ങൾക്ക് അനുകൂലമായിട്ട് സംഭവിക്കും. വലിയൊരു വീടല്ല പ്രശ്നം, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അതുകൊണ്ട് എൻ്റെ കൂടെ പറപ്പം ഞാൻ ഈ പറയുന്നത് കേട്ടാണ്, ദൈവത്തിൻ്റെ കൂടെ നടന്നാട്ടെ, അവൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും. ഹല്ലേലൂയ. നിങ്ങളുടെ ഭാവിയെപ്പറ്റി നിങ്ങൾ വറി ചെയ്യുകയാണോ? സ്വന്തം വിവാഹത്തെപ്പറ്റി നിങ്ങൾ വറി ചെയ്യുകയാണോ? മകളുടെ വിവാഹത്തെപ്പറ്റി ചിന്തിച്ച് വിഷമിക്കുകയാണോ? മകൻ മാനസാന്തരപ്പെട്ടില്ല എന്നോർത്ത് വിഷമിക്കുകയാണോ? ബിസിനസ് തകർന്നു പോയെന്ന് വിചാരിച്ച് കരയുകയാണോ? നിങ്ങളുടെ സഭ ചെറുതായി വരുന്നതിനകത്ത് നിങ്ങളുടെ ശുശ്രൂഷ പോയെന്ന് വിചാരിച്ച് നിങ്ങൾ കരയുകയാണോ? വേണ്ട, ഏലിയാവിൻ്റെ കരീതിൻ്റെ അനുഭവത്തിലാണ് നീ. പക്ഷെ നീ എന്നും ഇവിടെ ആയിരിക്കത്തില്ല. ഏലിയാവ് തോട്ടിലേക്ക് അവൻ എന്തെടുത്ത് കാണും? ചിന്തിച്ചാട്ടെ, 24 മണിക്കൂർ ഏകദേശം 2 വർഷത്തോളം അവിടെ ഇരിക്കുക. അവനെന്തെടുത്ത് കാണും? എൻ്റെ ഭാവന ഇങ്ങനെയാണ്, കല്ലെടുത്ത് തോട്ടിലോട്ട് എറിഞ്ഞു. എൻ്റെ കാര്യം എന്താ, നാട്ടിൽ ഇനി തിരിച്ചു വന്നു എല്ലാവരും ചിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച് നീ നിരാശനായിട്ട് ആത്മഹത്യയെ പറ്റി ചിലപ്പോൾ ചിന്തിക്കുകയായിരിക്കാം. ഹല്ലേലൂയ. സാരമില്ല, കരീതിൻ്റെ അനുഭവത്തിലാണോ? ഹല്ലേലൂയ. പക്ഷെ അവൻ ഓർത്തിരിക്കണം, ദൈവം എന്നെ ഓർക്കാതെ ഇരിക്കുകയില്ല. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, ദൈവം പറയുന്നത് അനുസരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹിതനായി, നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹിതയായി. അങ്ങനെയാണെങ്കിൽ അവൻ നിങ്ങളെ ഓർക്കാതെ ഇരിക്കത്തില്ല. അവൻ അവിടെ ഇരുന്നു കൊണ്ടാണ് ദൈവം പറഞ്ഞത് ഓർത്തു. ഹി റിമെമ്പർഡ് ഗോഡ്സ് പ്രോമിസസ്. ഹല്ലേലൂയ. അവിടെ ദൈവത്തിൻ്റെ വചനം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെയും ആ ദൈവത്തിൻ്റെ വചനമുണ്ടാകും. അവൻ പറഞ്ഞു കാണും, ഞാൻ ഏകനല്ല, ദൈവത്തിൻ്റെ വാഗ്ദത്തം എൻ്റെ കൂടെയുണ്ട്. ഞാൻ താമസിച്ചാലും ദൈവം പറഞ്ഞത് എന്നെ തേടി വരും. അവൻ നോക്കി, അത് അവിടെ നിന്ന് ഒരു കിളി പറന്നു വരുന്നു. അവൻ സൂക്ഷിച്ചു നോക്കി. എന്തോ കിളിയാണോന്ന് അറിയത്തില്ല, തത്തയാണോ അറിയത്തില്ല, പരുന്താണോ അറിയത്തില്ല, വേറെ ഏതെങ്കിലും കിളിയാണോ അറിയത്തില്ല. അടുത്ത് വന്നപ്പോഴാണ് കാക്ക. എൻ്റെ ദൈവം കാക്കയെന്ന് പറഞ്ഞാൽ കാക്ക തന്നെ വരും. അവൻ പറഞ്ഞതിന് മാറ്റമില്ല. സിംഹം എന്ന് പറഞ്ഞാൽ സിംഹം തന്നെ വരും. ആന എന്ന് പറഞ്ഞാൽ ആന തന്നെ വരും. അവൻ പറഞ്ഞതുപോലെ. അവൻ്റെ മനസ്സിനകത്തൊരു ചോദ്യം ഉണ്ടായി കാണാൻ സാധ്യതയുണ്ട്, കാക്ക വല്ലതും തരുമോ? ഇന്ന് വരെ ചരിത്രത്തിൽ ഈ ഒരിക്കലല്ലാതെ കക്ക ആർക്കും കൊടുത്തിട്ടില്ല. പക്ഷെ ദൈവത്തിന് കാക്കയുടെ മനസ്സ് മാറ്റുവാൻ കഴിഞ്ഞെങ്കിൽ, കാക്കയുടെ നേച്ചർ മാറ്റുവാൻ കഴിഞ്ഞെങ്കിൽ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി എൻ്റെ സ്വർഗസ്ഥനായ ദൈവം ഏറ്റവും ക്രൂരനായ മനുഷ്യൻ്റെ മനസ്സും മാറ്റുവാൻ കഴിയും. സൃഷ്ടിതാവിന് കഴിയും. ദാനികളുടെയൊക്കെ ചോദിച്ചാൽ ദാനികൾ പറയും, ഓ യെസ്, തീർച്ചയായിട്ടും സംഭവിക്കാം. ഒരിക്കൽ കുറേ സിംഹങ്ങൾ എന്നെ കഴിച്ചു കയറാനായിട്ട് വന്നു. എൻ്റെ ദൈവം ആ സിംഹങ്ങളുടെ മനസ്സ് മാറ്റിയതുപോലെ, സിംഹങ്ങളുടെ നേച്ചർ മാറ്റിയതുപോലെ, എൻ്റെ സ്വർഗസ്ഥനായ ദൈവം നിന്നെയും കടിച്ചു കീറാൻ വരുന്ന, നിന്നെ ജയിലിൽ അടയ്ക്കുമെന്ന് പറയുന്നവരുടെ മനസ്സിന് വ്യത്യാസം കൊടുക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് കഴിയാത്തത് യാതൊന്നുമില്ല. എവിടെ നിന്നാണ് ഈ കാക്ക ആഹാരം കൊണ്ടുവന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലേ? എൻ്റെ പുസ്തകത്തിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്, അന്ന് ദേശത്തെങ്ങും 2 വർഷത്തോളം, ഒരു ദിവസമൊന്നും അല്ല, ദേശത്തെങ്ങും ആഹാരമില്ല, എല്ലാവരും പട്ടിണിയാണ്. വെള്ളവും ഇല്ലാതിരിക്കുന്ന സമയത്ത് എവിടെ നിന്ന് കാക്ക ആഹാരം കൊണ്ടുവന്നു? ഞാൻ പറഞ്ഞു തരാം. ആർക്കും ആഹാരമില്ലെങ്കിലും ആഹാബിൻ്റെ കൊട്ടാരത്തിൽ ആഹാരം കാണും. ആഹാബിന് വേണ്ടി അവിടെ നിൽക്കുന്ന കുക്ക്, ഹല്ലേലൂയ, അപ്പം ചുട്ട് അങ്ങോട്ട് ഇടുകയാണ്. രണ്ടാമത്തെ അപ്പം ചുട്ടിടുകയാണ്. ആ സമയത്താണ് ഈ കാക്ക വന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. ഹല്ലേലൂയ. ആളുകൾ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, എടാ ഇത് അവന് കാണാൻ വയ്യായോ? അവനെ കാണാതെ വണ്ണം അവൻ്റെ കണ്ണടയ്ക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അവൻ്റെ എണ്ണം തെറ്റിക്കുവാൻ ദൈവത്തിന് കഴിയും. അവൻ 2 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞ് നോക്കുമ്പോൾ 2 എണ്ണം ഇല്ല, പക്ഷെ അവൻ്റെ എണ്ണം തെറ്റിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഈ ദൈവം അവൻ്റെ മുമ്പാകെ ഒരു കാക്ക കൊണ്ട് എളുപ്പം പിടിച്ചാൽ ഇത് ചൂടാണ്, ഭയങ്കര പൊറോട്ട കൊണ്ട് കൊടുത്തിരിക്കുകയാണ്. അല്ലയോ? ഉണക്ക ചപ്പാത്തി ഒന്നും അല്ല. എൻ്റെ ദൈവം തരുമ്പോൾ ഏറ്റവും നല്ലത് മാത്രമേ തരികയുള്ളൂ. ഹല്ലേലൂയ. ആ ചപ്പാത്തി കിട്ടി കഴിഞ്ഞ ഉടനെ നല്ല നെയ്വരട്ടിയ ചപ്പാത്തി, പൊറോട്ട. ഇന്ന് ഇതായിരിക്കും തിന്നേണ്ടി എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അടുത്ത കാക്ക താണ്ടറാ വരുന്നു, ഇറച്ചിയും കൊണ്ട്. എൻ്റെ ദൈവം പറഞ്ഞത് ആഹാരം തരാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ ദൈവം അല്പം മാത്രം പറയുന്നു, പക്ഷെ അവൻ കൂടുതൽ തരുന്നു. എൻ്റെ ദൈവം ആരാണെന്നറിയോ? അവൻ പറഞ്ഞത് ഓർക്കുന്നവനായ ദൈവം. എൻ്റെ ദൈവം ആരാണെന്നറിയോ? എൻ്റെ ദൈവം പറഞ്ഞതിനേക്കാൾ കൂടുതൽ തരുന്നവനായ ദൈവം. എൻ്റെ ദൈവം ആരാണെന്നറിയാമോ? മതിയെന്ന് പറയുന്നത് വരെ, രാവിലെയും തിന്നു വൈകിട്ടും തിന്നു. ഹല്ലേലൂയ. നീ മറന്നു പോയെന്ന് വരാം, നീ ഉറങ്ങിപ്പോയെന്ന് വരാം, പക്ഷെ എൻ്റെ ദൈവം മറക്കുന്നില്ല. എൻ്റെ ദൈവം ഉറങ്ങുന്നില്ല. ഇനിയും പറയുന്നു കേട്ടെ, ഏലിയാവിന് ശബത്തുണ്ട്, ഈ കാക്കയ്ക്ക് ശബത്തില്ല. എൻ്റെ ദൈവം ആരാണെന്നറിയാമോ? അവൻ അത്ഭുതകരമായിട്ട് നിന്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കി അവൻ നിനക്ക് വേണ്ടി, ആർക്ക് വേണ്ടിയാ? അനുസരിച്ച് സ്നേഹിതനായ മനുഷ്യന് വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിന്നടാ, 18 മാസം 2 വർഷം
തിന്നു. ഹല്ലേലൂയ. അന്നേരം ആ സമയത്ത് വേദപുസ്തകം പറയുന്നു, ആഹാബ് പോച്ച പറിക്കാൻ പോയിരിക്കുന്നു, രാജാവ് പോച്ച പറിക്കാൻ പോയിരിക്കുന്നു. പക്ഷെ ദൈവം തൻ്റെ ദാസന് വയറ് നിറച്ചു കൊടുക്കുന്നവനായ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാക്കിയുള്ളവർക്ക് പട്ടിണിയായിരിക്കുമ്പോൾ അനുസരിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടി അവൻ ആഹാരം കൊടുക്കുന്നവനായ ദൈവം. ഈ ദൈവം നിന്നെ അനുഗ്രഹിക്കും. അതുകൊണ്ട് നീ അനുഗ്രഹത്തിൻ്റെ പിന്നാലെ പോവുകയല്ല, ദൈവത്തിൻ്റെ പിന്നാലെ പോവുക. ആ സമയത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്നെ തേടി വരും. അത് നിന്നെ പിൻപറ്റുക മാത്രമല്ല, അവൻ നിന്നെ എത്തിപ്പിടിച്ച് നിന്റെ മുമ്പിൽ വന്നിട്ട് പറയും, ഇതാ ദൈവം അയച്ച കാക്കയാണ് ഞാൻ. ഹല്ലേലൂയ. എൻ്റെ ദൈവം ആരാണെന്നറിയോ? എനിക്ക് നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ട് പറയുകയാണ്. ഇതാരെങ്കിലും ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുകയല്ല, ആരെങ്കിലും എഴുതി തന്ന നോട്ട് ഞാൻ പ്രസംഗിക്കുകയല്ല, ഏതെങ്കിലും പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ട് പ്രസംഗിക്കുകയല്ല. എൻ്റെ ദൈവം. ഹല്ലേലൂയ. നീ ദൈവം പറയുന്നതെല്ലാം ഇന്നൊരു തീരുമാനം എടുക്കുക. കർത്താവ്, നീ എന്നോട് എന്ത് പറഞ്ഞാലും, എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും ശരി, എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാൻ എനിക്ക് മനസ്സുണ്ട്. നീ അനുസരിച്ച് മുമ്പോട്ട് പോകുന്ന സമയത്ത് എൻ്റെ സ്വർഗസ്ഥനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ചിലർ വന്നിട്ട് എനിക്ക് പറയും, വർഗീസ് ബ്രദറെ, ഒരാൾ എനിക്ക് വന്നിട്ട് പറയാം, വർഗീസ് ബ്രദറെ, ഞാനും വർഗീസ് ബ്രദറിൻ്റെ കൂടെ സുവിശേഷത്തിലേക്ക് വരികയാണ്. വന്നാട്ട് എനിക്ക് ആ സുവിശേഷ വേലക്കാരെ ആവശ്യമുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും സമർപ്പണം ഉള്ളവർ സുവിശേഷ വേലയ്ക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ വന്നാട്ടെ, എൻ്റെ ഓഫീസിൽ പ്രവർത്തിക്കാനായിട്ട് വന്നാട്ടെ, എൻ്റെ മിഷൻ ഫീൽഡിൽ പോയി പ്രവർത്തിക്കാനായിട്ട് വന്നാട്ടെ, അവർ വരുമ്പോഴുള്ളവർ വന്നാട്ടെ. ഈ ചെറുപ്പക്കാരൻ എൻ്റെ പറഞ്ഞു, കഴിവുള്ള ചെറുപ്പക്കാരൻ, വേദപുസ്തകം അറിയാവുന്ന ചെറുപ്പക്കാരൻ, നല്ല ഭാഷയുള്ള ചെറുപ്പക്കാരൻ, പഠിത്തമുള്ള ചെറുപ്പക്കാരൻ. ഞാനും വിചാരിച്ച ഒരാളിനെ കിട്ടില്ല. എൻ്റെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ PG വർഗീസിൻ്റെ കൂടെ മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ, വേറെ ആരുടെയും കൂടെ പ്രവർത്തിക്കണം. ഞാൻ പറഞ്ഞു, വേണ്ട, എൻ്റെ കൂടെ വരണ്ട. എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒറീസയ്ക്കാണ് വിടുന്നത്, അവിടെ ഞാൻ ബസ്റ്ററിലേക്കാണ് വിടുന്നത്. അവിടെ നിന്ന് മാറി 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 വരുമ്പോൾ ദൈവത്തിൻ്റെ സമയത്ത് PG വർഗീസിൻ്റെ കൂടെ യാത്ര ചെയ്തെന്ന് വരാം. അതുകൊണ്ട് ദൈവം നിന്നോട് പറയുന്നത്, ഒറീസ എന്ന് പറഞ്ഞാൽ ഒറീസയിലായിരിക്കണം, കാശ്മീർ എന്ന് പറഞ്ഞാൽ കാശ്മീരായിരിക്കണം, ബീഹാർ എന്ന് പറഞ്ഞാൽ ബീഹാറിലായിരിക്കണം, ട്രാക്ട് കൊടുക്കാനെന്ന് പറഞ്ഞാൽ ട്രാക്ട് കൊടുക്കാനായിരിക്കണം, പുസ്തകം ചുമക്കാനെന്ന് പറഞ്ഞാൽ പുസ്തകം ചുമക്കുന്നവനെയായിരിക്കണം. ദൈവം പറയുന്ന പണി ചെയ്യണം. ആ സമയത്ത് അനുഗ്രഹം നിന്നെ തേടി വരും. എന്താണ് അനുഗ്രഹം? ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, നീ എന്നും പൊറോട്ടയും കഴിച്ച് നല്ല കാറിനകത്തിരുന്ന് ഒക്കെ നടക്കാം. ദൈവം അങ്ങനെ തന്നാൽ അതിന് സ്തോത്രം, തന്നില്ലെങ്കിലോ, നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും നിനക്കത് കിട്ടിയില്ല എങ്കിലോ ദൈവത്തിൻ്റെ സാന്നിധ്യം. ഒരിക്കൽ ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കുന്നു, ഞാൻ കുവൈറ്റിൽ യാത്ര ചെയ്തു. കുവൈറ്റിൽ പോയിട്ടൊരു 4-5 രാജ്യങ്ങളിൽ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്. ഒന്ന് ഞാൻ ഇംഗ്ലണ്ടിൽ പോയി, ഇംഗ്ലണ്ടിൽ നിന്ന് ഞാൻ കുവൈറ്റിൽ വന്നു, കുവൈറ്റിൽ നിന്ന് ഞാൻ ബഹ്റിനിൽ വന്നു, ബഹ്റിനിൽ നിന്ന് ഞാൻ UAE വന്നു. അന്ന് ഈ പൈസ ലാഭിക്കാനായിട്ട് ചെയ്തതാണ്. 4-5 രാജ്യമാകുമ്പോൾ അത്രയും യാത്രക്കൂലി മതിയല്ലോ എന്ന് വിചാരിച്ചു. അന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിരികെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു എഴുത്ത് വന്നു കുവൈറ്റിൽ നിന്നൊരു സഹോദരിയുടെ. ബ്രദറിനെ കണ്ടു, ബ്രദറിനോട് വലിയ താല്പര്യം തോന്നി. ഞാൻ ബ്രദറിൻ്റെ കൂടെ കുറച്ച് ദിവസം താമസിക്കാൻ വരും, 2-3 ദിവസം ഡൽഹിയുടെ കാണണം, ഞാനും എൻ്റെ മോളും വരും, വന്നാട്ടെ. അന്ന് ഞങ്ങൾ ഇവിടെ ഷാഖയത്തിലുള്ള D174 എന്ന് പറയുന്ന ഒരു കെട്ടിടത്തിനകത്ത് താമസിക്കുക. 2 മുറിയേ ഉള്ളൂ. ഒന്ന് ഞങ്ങളുടെ കിടക്കമുറി, ഒന്ന് ഞങ്ങളുടെ സിറ്റിംഗ് റൂം, അത് ഞങ്ങളുടെ ഓഫീസാണ് പകൽ. രാത്രി ആർക്കെങ്കിലും കിടക്കാം. പക്ഷേ അവർ വന്ന സമയത്ത് ഭയങ്കര ചൂടാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ YMCAയിൽ ഇവിടെ റൂം ബുക്ക് ചെയ്യാം, എയർ കണ്ടീഷൻ റൂം ബുക്ക്, ഇവിടെ ചൂട് കൂടുതൽ. അവർ പറഞ്ഞു, അല്ല, ഞങ്ങൾ വരുന്നത് PG വർഗീസിൻ്റെ കൂടെ താമസിക്കാം, PG വർഗീസിനെ കാണാനാണ്, ലില്ലി ആൻറ്റിയെ കാണാനാണ്, നിങ്ങളോട് താമസിക്കാനാണ്. ഞാൻ അവർക്ക് വിശദീകരിച്ചെഴുതു, ഞങ്ങൾക്ക് ഫാനുണ്ട്, പക്ഷേ മുറിക്കകത്ത് കിടക്കാനൊക്കത്തില്ല, ചൂട് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ വീടിൻ്റെ പുറകിലുള്ള, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന AT ജോസിൻ്റെ ഒക്കെ ചോദിച്ചാൽ അറിയാം, പാണൻ ജോസിൻ്റെ ഒക്കെ ചോദിച്ചാൽ അറിയാം, എൻ്റെ കൂടെ ഒന്ന് വേറെ പലരും ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ചോദിച്ചാൽ അറിയാം. അന്ന് അതിൻ്റെ വീടിൻ്റെ പുറകിൽ മതിൽ കെട്ടിയിരിക്കുക, ഇത്രയും ഉയരത്തിൽ മതിൽ കെട്ടിയിരിക്കുക. അവിടെയാണ് ഞങ്ങൾ കിടക്കുന്നത്. ഒരു തോമസ് മാത്യു, തിരുവനന്തപുരത്തുണ്ടായിരുന്ന സൗദിക്കാരനൊരു തോമസ് മാത്യു ഒരു നീണ്ട ഗൾഫിലെ പ്ലാസ്റ്റിക് ബാഗ് തന്നിട്ടുണ്ട്. അതിനകത്ത് കിടക്കുകയാണ്. ഞാൻ 5 പിള്ളേർ, 2 സഹോദരിമാർ, ഇത്രയും പേര് ഇങ്ങനെ അവിടെ നിരന്ന് കിടക്കുകയാണ്. ആ സമയത്ത് ആ സഹോദരി വന്ന് ഞാൻ പറഞ്ഞു, അവരും ഞങ്ങളുടെ കൂടെ കിടന്നു. തലേണയില്ല, ബെഡ്ഷീറ്റുണ്ട്, പായുണ്ട്, കിടന്നു. 2 ദിവസം ഞാൻ കൂടെ താമസിച്ചു. അവർ ഡൽഹി കണ്ടു, താജ്മഹലും ഒക്കെ കണ്ട് 3-ാമത്തെ ദിവസം വരെ പോകാൻ നേരം വെളുപ്പിനെ പ്രാർത്ഥിക്കുകയാണ്. പാണയൻ ജോസാണെന്ന് വണ്ടി ഓടിക്കുന്നത്. പാണയൻ ജോസിനെ വിളിച്ചു, വണ്ടി സ്റ്റാർട്ട് ചെയ്താട്ടെ. പാണയൻ ജോസ് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അവരെന്തൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മുറ്റത്ത് കൊതുക് എല്ലാം ഉണ്ട്. അവിടെ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞുടനെ ആ സ്ത്രീ പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് ലില്ലിയുടെ കൈക്ക് പിടിച്ച് മുറിക്കകത്തോട്ട് കയറി കഴിഞ്ഞു വെച്ചാൽ കഥകങ്ങ് അടച്ചു. ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു സംഭവം. അവിടെ നിന്ന് അകത്തൊന്നും അടച്ചു. എന്നിട്ട് ലില്ലിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ആൻറ്റി, ഞാൻ പണക്കാരിയാണ്, എനിക്ക് ഉയർന്ന ജോലിയാണ് ബഹ്റൈനിൽ, എൻ്റെ ഭർത്താവിന് ഉയർന്ന ജോലിയാണ്, ഞങ്ങൾക്ക് കോയമ്പത്തൂരിൽ ഞങ്ങൾക്ക് എസ്റ്റേറ്റ് ഉണ്ട്, ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ കെട്ടിടമുണ്ട്, നാട്ടിൽ സ്വത്തുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ രൂപയുണ്ട്. പക്ഷേ ഇല്ലാത്തൊരു കാര്യമുണ്ട്, ആൻറ്റി അനുഭവിക്കുന്ന സമാധാനം. ഇത് ഒരു ദിവസത്തേക്ക് തരാമെങ്കിൽ എനിക്കുള്ളതെല്ലാം ഞാൻ വെച്ചു മാറാൻ തയ്യാറാണ്.
ലില്ലി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരൊക്കെ പോയി കഴിയുമ്പോൾ ലില്ലി എന്തൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നോക്കി, എനിക്ക് എന്താണുള്ളത്, എൻ്റെ കയ്യിൽ എന്താണുള്ളത്? ഞാൻ ഇരിക്കുന്ന മുറിക്കകത്ത് കട്ടിലേ ഉള്ളൂ, അതാണ് ഞങ്ങളുടെ മേശ. എൻ്റെ ഓഫീസിൽ വരുന്ന ഒരു ടൈപ്പിസ്റ്റ്, 2 പെൺകുട്ടികൾ അവിടെ പ്രവർത്തിച്ചുള്ള, അവർക്ക് ചോദിച്ചറിയാം, അവർക്ക് പ്രവർത്തിക്കാനുള്ളത് ഒരു കട്ടിലാണ്. കട്ടിലിൻ്റെ പുറത്തൊരു സൂട്ട് കേസ് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ടൈപ്പ് റൈറ്റർ വെച്ചിട്ടാണ് ആ കൊച്ചു ജോലി ചെയ്യുന്നത്. ഇരിക്കാൻ കസേരയില്ല, മോഡയെന്ന് പറയും ഒരുമാതിരി സ്റ്റൂള്, ആ സ്റ്റൂളിനകത്തിരുന്നാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങളുടെ പിള്ളേർ പട്ടിണി കിടക്കുമ്പോൾ ഒരു പെൺകൊച്ചോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അവൾ ആഹാരം കൊണ്ടുവന്ന മസാല ദോശ എൻ്റെ പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ട്, ജോലി ചെയ്യുന്ന ടൈപ്പിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ വീട്ടിൽ ആഹാരം കൊണ്ടുവച്ച് വെച്ച് എല്ലാവരും മടിയിലെടുത്ത് വെച്ചാൽ കഴിക്കുന്നത്. ഞങ്ങൾ കിടക്കുന്നത് ഒരു പ്ലാസ്റ്റിക് പായിലാണ്, തലണ ഇല്ലാത്തതുകൊണ്ട് കയ്യിലാണ് കിടക്കുന്നത്. ഞങ്ങളെല്ലാവർക്കും കൂടി ഇത്രയും പേർക്ക് ഒരൊറ്റ ബെഡ്റൂമാണുള്ളത്. ഈ സ്ത്രീ എന്താണ് കണ്ടത്? ഞങ്ങളുടെ വീടല്ല കണ്ടത്, ഞങ്ങളുടെ കാറല്ല കണ്ടത്. കണ്ടത് എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം. എൻ്റെ കൂടപ്പിറപ്പ് ഞാൻ ഈ പറയുന്നത് കേൾക്കുക. ദൈവത്തിൻ്റെ സമ്മാനം എന്ന് പറയുന്നത് അവൻ്റെ സാന്നിധ്യമാണ്. ഹല്ലേലൂയ. വീട് ദൈവം തന്ന സ്തോത്രം, കാറ് ദൈവം തന്ന സ്തോത്രം. ഒന്നുമില്ലെങ്കിലും എൻ്റെ കർത്താവ് കൂടെയുണ്ടെങ്കിൽ അത് മതി, എവിടെ വെങ്കിലും കിടക്കാം. ഞാൻ 2004 എൻ്റെ സ്ഥാനം, എൻ്റെ മിഷൻ്റെ ലീഡർഷിപ്പ് ഞാൻ വേറൊരാൾക്ക് കൈമാറിക്കഴിഞ്ഞു വെച്ച് ഞാൻ ഒരു മുറിയിലോട്ട് താമസം മാറി. അദ്ദേഹത്തിന് ഞങ്ങളുടെ വീടുമൊക്കെ കൊടുത്തു. ഞാൻ ഒരു മുറിയിലോട്ട്, ഞങ്ങളുടെ ഓഫീസിൽ തന്നെയുള്ള ഒരു റൂമിൻ്റെ ഒരു കൊച്ചു റൂമുണ്ട്, ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു താമസ സൗകര്യമുണ്ട്. ഞങ്ങൾ അവിടോട്ട് താമസം മാറി. എന്നിട്ട് ഞങ്ങൾ വേറെ വീട് അന്വേഷിക്കുകയാണ്. വീട് അന്വേഷിച്ചപ്പോഴും നല്ലൊരു ലൊക്കേഷനിൽ വീട് കിട്ടാനൊരു വലിയ പ്രയാസം. അപ്പോൾ ലില്ലിക്ക് ഒരു പ്രയാസം ഉള്ളതുകൊണ്ട് ഇനി എന്തോ എടുക്കും, ഇനി എങ്ങനെ ഒരു ചിന്ത. ഇതുവരെ ഞങ്ങൾ ഇന്നും ധൃതിയായിരുന്നു. ഒറീസായി പോന്നു, വേറെ ഇടത്ത് പോന്നു, അവിടെ മീറ്റിങ്, ഇവിടെ മീറ്റിങ്, ഫോൺ വരുന്നു, ഓഫീസിൽ ജോലി, ഒത്തിരി ജോലിയുണ്ട്, തിരക്കുണ്ട്. ഇനി എന്തു ആയിരിക്കും എന്നൊരു ചിന്ത. ഞാൻ ലില്ലിയെ 6 മാസത്തേക്ക് ബൈബിൾ കോളേജിൽ പഠിക്കാൻ അയച്ചു. എവിടെ അയച്ചു? മലേഷ്യയായി. ഞാൻ അവിടുത്തെ ടീച്ചറാണ്, അന്ന് ഞാൻ ടീച്ചറല്ല. ലില്ലിയെ ഞാൻ അവിടെ അയച്ചു. ഞാൻ പറഞ്ഞു 2 ഇടത്ത് പോകുന്നു, കൊറിയയിൽ പോകാൻ അല്ലെങ്കിൽ മലേഷ്യയ്ക്ക് പോകാൻ. കൊറിയയിൽ പോയാൽ വേറെ ചില തകരാറുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ലില്ലി മലേഷ്യ തിരഞ്ഞെടുത്തു. ലില്ലി അവിടെ പോയി. ഞാൻ വീട് അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല. വീടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് താമസിക്കത്തക്കോണം, അതിഥികൾ വരുമ്പോഴൊക്കെ കാണത്തക്കോണമുള്ള ഒരു നല്ല ലൊക്കേഷനിൽ കിട്ടുന്നില്ല. ഞാൻ ലില്ലിക്ക് ഒരു എഴുത്തെഴുതി. ഞാൻ പറഞ്ഞു, ലില്ലി, നല്ല വീട് കിട്ടുന്നില്ല, ചിലപ്പോൾ നമുക്ക് പുഷ്പവിഹാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വീടിന് പോകേണ്ടി വരും. പുഷ്പവിഹാർ എന്ന് പറയുന്നത് ഒരു ലോവർ ലെവലിലുള്ള വീടാണ്. അവിടെ നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ, ഞങ്ങളുടെ മക്കളൊക്കെ പ്രായമായി, കൊച്ചുമക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ ആളുകൾ ചീത്ത വിളിക്കുന്നതും കള്ളു കുടിക്കുന്നതും ഒക്കെ കണ്ടി വരുമ്പോൾ പുഷ്പകാരി പോകേണ്ടി വരും. ലില്ലി എഴുതിയ മറുപടി ഞാൻ ഒരിക്കലും മറക്കത്തില്ല. 2004 എനിക്ക് എഴുതിയ എഴുത്തിനകത്ത് ലില്ലി എഴുതിയിരുന്നു, അച്ചായ എവിടെ താമസിക്കണം എന്നുള്ളത് അച്ചായൻ തീരുമാനിച്ചാട്ടെ, അച്ചായൻ കൂടെയുണ്ടെങ്കിൽ മരത്തണലിലും താമസിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, കർത്താവെ ഞാനും ഒരുക്കമാണ്, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മരത്തണലിൽ ഞാൻ താമസിച്ചോളാം, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നടക്കണമെങ്കിൽ നടന്നോളാം. എനിക്ക് 78 വയസ്സായി, പക്ഷെ നീ എൻ്റെയൊക്കെ പറയുകയാണ്, ഒറീസയിലോട്ട് പോയിട്ട് നടക്കാൻ തയ്യാറാണ്. എനിക്കിന്ന് പ്രയാസമാണ്, പണ്ടുണ്ടായിരുന്ന ആരോഗ്യം എനിക്കില്ല, എൻ്റെ കാലുകൾക്ക് അതുപോലുള്ള ബലമില്ല, പർവ്വതങ്ങളൊക്കെ അയ്യോ ഞാൻ രോഗിയല്ല, പക്ഷേ ഞാൻ ദൈവത്തിൻ്റെ ഒക്കെ പറയാണ്, കർത്താവ് നീ അയച്ചാൽ നീ എൻ്റെ കൂടെ വരാമെങ്കിൽ ഞാൻ എവിടേക്കും വരാൻ തയ്യാറാണ്, ഒരുക്കമാണ്. എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നീ മാന്യനായിത്തീരും. ഹല്ലേലൂയ. നിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം വലിയൊരു കാറല്ല, വലിയ സ്ഥാനമാനമല്ല, വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഇന്ന് എൻ്റെ മക്കൾ ഈ കഴിഞ്ഞ ആഴ്ച എൻ്റെ മകൻ എഴുതി, ഡാഡി എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് PG പരീക്ഷൻ്റെ മോനാന്ന് പറയുമ്പോഴത്തേക്ക് ആളുകൾ എഴുന്നേറ്റ് ഒന്ന് സ്വീകരിക്കുന്നു. കാരണം എന്താ? എൻ്റെ കൊച്ചുമോൻ്റെയൊക്കെ ഞാൻ പറഞ്ഞു, മോനെ എന്താണെന്നറിയാമോ, ഞാൻ കട്ടറായി പോയതുകൊണ്ടാണ്. ദൈവം പറഞ്ഞതനുസരിച്ച് നടന്നപ്പോൾ അവൻ എൻ്റെ കൂടെ വന്നതിനാൽ നിങ്ങൾ ഇന്ന് മാന്യരായിരിക്കുന്നു, നിങ്ങൾ ചെല്ലുന്ന സ്ഥാനത്ത് നിങ്ങൾ മാന്യരായിരിക്കുന്നു. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? നിങ്ങളും ദൈവം പറഞ്ഞ അനുസരിക്കണമെന്നാണ്. PG പരീക്ഷനെ അനുഗ്രഹിച്ച ദൈവം, ഏലിയാവിനെ അനുഗ്രഹിച്ച ദൈവം, മോശയെ അനുഗ്രഹിച്ച ദൈവം, പൗലോസിനെ അനുഗ്രഹിച്ചവനായ ദൈവം, ഈ ദൈവം ആർക്കും കടക്കാരനല്ല. അവൻ അവരെ അനുഗ്രഹിച്ചതുപോലെ നിന്നെ അനുഗ്രഹിക്കും. ആര് പറയും? കർത്താവ് നീ എന്തെങ്കിലും എന്നോട് പറഞ്ഞാൽ, രക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷിക്കപ്പെടുന്നു, സ്നാനപ്പെടാൻ പറഞ്ഞാൽ ഞാൻ ഇന്ന് സ്നാനപ്പെടുന്നു. കർത്താവ് ദൈവ വേലയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകുന്നു. ബീഹാറിന് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ ബീഹാറിന് തന്നെ പോകും, വേറെ എങ്ങും പോകത്തില്ല. കർത്താവ് നീ പറയുന്നതെല്ലാം അനുസരിക്കാൻ എനിക്ക് മനസ്സുണ്ടെന്ന് നീ വാക്ക് പറഞ്ഞ മറക്കാത്തവനായ ദൈവം,
അവൻ നിനക്ക് വേണ്ടി കാക്കയയക്കും. നീ മാന്യനായിത്തീരും. മറ്റാർക്കും വേണ്ടി എൻ്റെ വിഷയം അതാണ്. മറ്റാർക്കും വേണ്ടി ചെയ്യാത്ത ഒരു മഹാ അത്ഭുതം, വ്യത്യസ്തമായ ഒരു അത്ഭുതം, മറ്റാർക്കും വേണ്ടിയും ചെയ്യാത്തതായിട്ടുള്ള ഒരു അപൂർവമായ അത്ഭുതം എൻ്റെ സ്വർഗസ്ഥനായ ദൈവം നിനക്ക് വേണ്ടി ഈ വർഷം ചെയ്തു തരും. ആര് പറയും? ദൈവം എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അനുസരിക്കാൻ എനിക്ക് മനസ്സുണ്ട്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എൻ്റെ സ്വർഗസ്ഥനായ ദൈവമേ, ആരൊക്കെയാണോ ഈ സമയം അനുസരിക്കുമോ? ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യം കഴിയത്തില്ല. ഞാൻ നിന്നെ പുറത്തുനിന്ന് കാണുന്നു. എൻ്റെ സ്വർഗസ്ഥനായ ദൈവം നിൻ്റെ ഹൃദയം കാണുന്നു. അവൻ എന്നെ കാണുകയാണ്. ആര് പറയും? കർത്താവ് ഞാൻ. അവൻ പരിശോധിക്കും, നീ അനുസരിക്കാനാണോ പറഞ്ഞതെന്ന്. നീ അനുസരിക്കാമെങ്കിൽ ആർക്കും കടക്കാരനല്ലാത്ത ദൈവം കർത്താവെ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ തീരുമാനത്തെ നീ പരിശോധിച്ച് അവരെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരനുഗ്രഹം പ്രാപിക്കട്ടെ. അവരുടെ മക്കൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. അവരുടെ കൊച്ചുമക്കൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. അവരുടെ വേലി അനുഗ്രഹം പ്രാപിക്കട്ടെ. അവർ ഭൂമിയിൽ അനുഗ്രഹിതരായി തീരട്ടെ. ദൈവത്തിൻ്റെ കൃപ അവരോട് കൂടെ ഇരിക്കട്ടെ. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഞാൻ വാക്ക് പറയുന്നു, വേദപുസ്തകത്തിൽ കൈവച്ചുകൊണ്ട് പറയുന്നു, ഈ ദൈവം നിങ്ങളെ ഓർക്കും. വാക്ക് പറഞ്ഞവൻ നിങ്ങൾ മറന്നു കഴിഞ്ഞാലും മറക്കാതെ ഓർത്തിരുന്ന് നിങ്ങളെ സഹായിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് സംഭവിച്ചു കഴിയുമ്പോൾ എനിക്ക് എഴുതാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു ആൻഡ് ബ്ലെസ് യു ആൻഡ് ബ്ലെസ് യു. അടുത്ത ആഴ്ച വീണ്ടും കാണാം.